നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ശുഭകരമായിട്ടുള്ള വാർത്തകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സന്തോഷപൂർണമായ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷം വെച്ചുകൊണ്ടും ഗ്രഹമാറ്റം കൊണ്ടും ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. അതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു കിട്ടുകയും ഗുണപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ പതിയെ പതിയെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ഇതുവരെ അനുഭവിച്ച പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു മാറി അനുകൂലമായ ഫലങ്ങളൊക്കെ വന്നു ചേരും. വിഷമഘട്ടങ്ങളൊക്കെ മാറുന്ന സാഹചര്യം, അനുകൂലമായ സമയം ജീവിതത്തിൽ വന്നു ചേരുന്നതുകൊണ്ട് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. സന്തോഷ ജീവിതത്തിലൂടെ അവരുടെ അവസ്ഥകൾ വളരെ അനുകൂലമായി കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത്തരത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾ ജീവിതം തന്നെ മാറ്റിക്കളയും. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഭാഗ്യ നിമിഷങ്ങൾ, അനുഗ്രഹീതമായ മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിത്യേനയുള്ള പൂജയിൽ താങ്കളുടെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയുള്ള അകമഴിഞ്ഞ പിന്തുണയും സങ്കല്പവും ദൈവികമായ പൂജയിൽ ഉണ്ടായിരിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തെ എല്ലാവർക്കും, എല്ലാ സകല ചരാചരങ്ങൾക്കും നല്ലത് ഭവിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. അനുഗ്രഹീതമായ നിമിഷങ്ങൾ വന്നു ചേർന്ന ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില സംഭവവികാസങ്ങൾ നടക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വാസ്തവമായി കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ സാധിക്കുന്ന സമയമാണ്. അനുകൂലമായ സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു. ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല നല്ല കാര്യങ്ങളും നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരുടെ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും കാണാൻ സാധിക്കും. ഒരു തരത്തിലുള്ള സംശയങ്ങൾ ഇവർക്ക് വേണ്ട. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ വന്നു ചേരും. പൊതുവെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമായതുകൊണ്ട് അതിൻ്റെ ഇരട്ടി ഗുണങ്ങൾ വന്നു ചേരുന്നതിനാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ അനുവർത്തിച്ചു പോരുന്നത്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാടുകൾ സമർപ്പിക്കുക. തുളസിമാല ഭഗവാന് വളരെ ഇഷ്ട വഴിപാടാണ്. അതുപോലെ തന്നെ പാൽപായസ നിവേദ്യം വഴിപാടായി സമർപ്പിക്കാം. തൃക്കൈവെണ്ണ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തരുന്നതിനുള്ള ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ ശ്രീലകത്ത് നെയ്വിളക്ക് ചാർത്തുന്നത്, തെളിയിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് കുറച്ചു നാളുകളായി ജീവിതത്തിൽ ഉണ്ടായിരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള കോട്ടങ്ങൾ തീർക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പൊതുവെ നേട്ടങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, തൊഴിൽ മേഖലയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയം വന്നു ചേർന്നു. പ്രതീക്ഷിക്കാവുന്ന വിജയം ഇവർക്കുണ്ടാകുന്നു. മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒട്ടേറെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയും ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ മാറ്റുന്നതിനും അലസത, മടി ഇത്യാദി കാര്യങ്ങൾ, പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനും ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ വാതിലുകൾ തുറക്കുന്നതിനും ഇഷ്ട വിഷയങ്ങൾ പഠിച്ച് അതിൽ മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പ്രത്യേകിച്ചും കുടുംബത്തിൽ ഐശ്വര്യം വന്നു നിറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം മകീരം. വളരെ ഭാഗ്യവും പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ
എത്തുന്നത്. വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്. ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. പ്രത്യേകിച്ചും സാമ്പത്തിക ഉയർച്ച വലിയ തോതിൽ തന്നെ ഇവരെ ബാധിക്കും. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അനുകൂലത്തിൽ വരുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും പ്രത്യേകിച്ചും അനുയോജ്യമായൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വിചാരിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്നു. പ്രതീക്ഷിക്കാതെ നടക്കുന്ന അവസരമാണ്. അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ നേട്ടങ്ങൾ, സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ഉയർച്ചകൾ സംഭവിക്കുക, അനുകൂലമായ ഫലങ്ങൾ വന്നുചേരുക ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ തോതിൽ തന്നെ വന്നു ചേരുന്ന സമയമാണ് ലഭിക്കുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. വീടെന്നൊരു സ്വപ്നം വളരെ നാളുകളായി നടക്കാതെ നിന്ന കാര്യം വളരെ എളുപ്പത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാധ്യതകൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അവസരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഇവർക്ക് വന്നു ചേരും. പണം ഇവരുടെ കൈകളിൽ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധിയും വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുകയും സമ്പൂർണമായ ജീവിത സ്വസ്ഥത ഇവർക്ക് ലഭിക്കുകയും സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കൂടുതൽ സമയവും ആത്മീയ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയവും അതോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഇവരുടെ ഉയർച്ചകൾ വലിയ തോതിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഉയർച്ചകൾ വരുമ്പോൾ ഇവർ സൽക്കർമ്മങ്ങൾ, പുണ്യപ്രവൃത്തികൾ, വഴിപാടുകൾ, ക്ഷേത്ര ദർശനം ഇത്യാദി കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കൈകളിലേക്ക് വരുന്ന ധനം ശുദ്ധമായും അത് തലമുറകൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനും സാമ്പത്തിക മേന്മകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർ ദേവീക്ഷേത്ര ദർശനം നടത്തുക. ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നല്ല വ്യക്തികളുമായി കൂട്ടുകൂടുന്ന ഒരു സമയം. സമൂഹത്തിൽ നിലയും വിലയുമുള്ള വ്യക്തികളുമായിട്ടുള്ള ആത്മബന്ധം, സൗഹൃദ ബന്ധം ഇവർക്ക് പ്രത്യേകമായ നേട്ടങ്ങൾ കൊണ്ടുവരും. മനസ്സിലുണ്ടായിരുന്ന ഭീതി, ഭയം ഇത്യാദി കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. മനസ്സിൽ സന്തോഷപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനും സാധിക്കുന്ന സമയമാണ്. സാമ്പത്തിക മുന്നേറ്റം, ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഇവർക്ക് സാധ്യമാക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് സൗഭാഗ്യ ദിനങ്ങളാണ്. സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. സന്താനങ്ങളില്ലാതെ, കുട്ടികളില്ലാതെ നിൽക്കുന്ന ദമ്പതികൾക്ക് ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങൾ, ഭാഗ്യവും ഭഗവാന്റെ അനുഗ്രഹവും ഈശ്വര കടാക്ഷവും നിമിത്തം പ്രതീക്ഷകൾ ജീവിതത്തിൽ പൂവണിയുന്നു. വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ പുതിയ സന്തോഷ നിമിഷങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ജീവിതത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന സമയമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, രോഗദുരിതങ്ങൾ, സാമ്പത്തിക ബാധ്യതകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബാധ്യതകളൊക്കെ തീർക്കാനും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ, നല്ല കാര്യങ്ങൾ, നല്ല വാർത്തകൾ കേൾക്കുന്നതിനുള്ള, സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മികച്ച അവസരങ്ങൾ, മികച്ച മുന്നേറ്റങ്ങൾ, ഉയർന്ന വരുമാനം ഒക്കെ ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതോടുകൂടി ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക.